നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നി പല കാര്യങ്ങളും ലാലേട്ടൻ വളരെ സ്മൂത്ത് ആയിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി ഒരു 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 എന്താണ് ഗൗരവത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് മെയിൻലി കവർ ചെയ്തത് കോഫി ഇഷ്യൂ, കിച്ചൺ ഇഷ്യൂ ബേസിക്കലി. ആ കിച്ചൺ ഇഷ്യൂല് ജിസലിനോട് ചോദിച്ച ചോദ്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോയി എന്നല്ലാതെ എനിക്കത് കർശനമായിട്ട് ജിസലിന് ഫീൽ ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളിക്കാരിക്ക് അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ജസ്റ്റ് ചോദിച്ചു പോയി. ആരും നല്ലത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ക്യാപ്റ്റൻസിയെ കുറിച്ച് കൂടുതൽ ചോദിച്ച് എന്താണ് തെറ്റ് പറ്റിയെന്നുള്ള ക്ലാരിറ്റി ആര്യന് കിട്ടിയോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന സ്ലിപ്പർ ഇഷ്യൂ. സ്ലിപ്പർ ഇഷ്യൂന് ജസ്റ്റ് ഒരു നോമിനേഷൻ മതിയായിരുന്നോ? അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നോ? അങ്ങനെ അതാണോ ആര്യൻ ശരിക്കും ഡിസേർവ് ചെയ്യുന്നത്? എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഷാനവാസിന്റെ കാര്യം. ഷാനവാസിന്റെ കാര്യവും ജസ്റ്റിന് പറഞ്ഞു പോയി എന്നല്ലാതെ അതിൽ ഒരുപാട് നമ്മൾ പ്രൊമോയിൽ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും വലിയ സംഭവം ഒന്നും നടന്നിട്ടില്ല. പിന്നെ അക്ബറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അക്ബർ ഭയങ്കര ടാലന്റഡ് മനുഷ്യനാണ് കേട്ടോ, നോ ഡൗട്ട്. പിന്നെ ശൈത്യയുടെ ഡബിൾ സ്റ്റാൻഡ് അത് എക്സ്പോസ് ആക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടും അനുമോളുടെ മുമ്പിൽ നല്ലതും പിന്നെ പുറകെ നിന്നിട്ട് വേറെന്തോ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ലാലട്ടൻ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കുറെ കണ്ടന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. പിന്നെ ആര്യന്റെ ടാസ്ക് കഴിഞ്ഞിട്ടുള്ള ദേഷ്യം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ ദിവ്യ. എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വിശദമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ കിച്ചൺ ഇഷ്യൂസ് ആണ് തുടങ്ങിയത്. കിച്ചൺ ഇഷ്യൂ ശരിക്കും ചെറിയ ഇഷ്യൂ ആയിരുന്നു. എനിക്ക് വളരെ ലാഘവത്തോടെ എടുത്തു പോയി. അനുമോള് ടേബിളിൽ കയറി സംസാരിക്കുന്നില്ല, ടേബിളിൽ കയറി കുക്ക് ചെയ്യുന്ന കാര്യം അതൊന്നും ലാലേട്ടൻ ചോദിച്ചു പോലും ഇല്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് വിട്ടുപോയതാണോ അറിയില്ല. പിന്നെ കുറെ പേര് കക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ കോഫി ഇഷ്യൂ ശരിക്കും പറഞ്ഞാൽ അത് ചോദിക്കാമായിരുന്നു. ശരിക്കും ഒരു ചോദിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. അപ്പൊ പക്ഷെ ചെയ്തിട്ടില്ല. ജസ്റ്റ് അങ്ങ് ചോദിച്ച് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരു കർശനമായിട്ട് ഇപ്പൊ കട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അവർക്ക് സീരിയസ്നെസ് അതിന്റെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അത് കുറച്ചും കൂടി കാഠിന്യത്തിൽ പറയാമായിരുന്നു. അത് ശരിക്കും ഇഷ്യൂ ആണത്. അത് പറഞ്ഞില്ല. പിന്നെ ക്യാപ്റ്റൻസിന് എല്ലാവരോടും ചോദിച്ചു. എല്ലാരും പറഞ്ഞു നെഗറ്റീവ് ആണ് പറഞ്ഞത്. ഹൈപ്പർ ആക്റ്റീവ് ആണ് ആര്യൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുള്ളിക്കാരന് അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്, കേക്കില്ല ശരിക്കും. ആൾക്കാരെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അതൊക്കെ ഒന്നുകൂടി ലാലേട്ടന് പറഞ്ഞ് കറക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. കുറച്ചുകൂടി ഫീഡ്ബാക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആവുമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് ആ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരു ഊഹം ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് ആ കുട്ടിക്ക് പെരുമാറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ശരിയാണ്, ക്യാപ്റ്റൻസിയിലെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശൈത്യയിലേക്ക് വന്നിട്ടാണ് ശൈത്യയുടെ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചത്. അതും ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു പോയി എന്നല്ലാതെ അതിന്റെ ശരിക്കുള്ള തെറ്റ് എന്താണെന്നുള്ളത് ആരും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ ചപ്പൽ എറിഞ്ഞപ്പോ ഒരു നോമിനേഷൻ കൊടുത്തു, അത് ഓക്കെ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ കുറച്ചും കൂടി നമ്മള് സീസൺ 3 പറഞ്ഞ പോലെ റംസാനൊക്കെ എന്താണ് നല്ലോണം ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒന്നുകൂടി ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. കാരണം എന്താ അറിയോ, ആര്യൻ നല്ലൊരു പ്ലെയർ ആണ്. ആര്യന് ചെറിയ ചെറിയ മിസ്റ്റേക്ക് പറ്റുന്നതുകൊണ്ട് ആ കുട്ടി ഔട്ടായി പോകരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി ആ കുട്ടിക്ക് പോവാം. കാരണം എന്താ പറയുക, ഇന്ന് ആര്യം പറയുന്നുണ്ട്, ആര്യൻ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എക്സൽ കിട്ടിയല്ലോ, എന്താണ് എലി പോലെ വന്ന് അല്ല പുലി പോലെ വന്ന് എലി പോലെ പോയി എന്നുള്ള തലയിൽ വെക്കാനുള്ള തൊപ്പി കിട്ടി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഞാനൊരു ടാസ്ക് ഫെയിൽ ആയതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ടാസ്ക് മാത്രമല്ല ആര്യൻ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും എല്ലാം കാണിക്കുന്ന ഒരു ഷോ ആണ്. ടാസ്ക് അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ടാസ്ക് കളിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ബിഗ് ബോസ് സീസൺ 4 ടാസ്ക് നന്നായിട്ട് കളിക്കുന്ന ബ്ലസ്ലി അല്ലേ, പിന്നെ റോബിൻ അല്ലേ ആ സീസണിലെ ആദ്യം ഭയങ്കര ഹൈയിൽ നിന്നത്. റോബിൻ നന്നായിട്ട് ടാസ്ക് കളിക്കുമായിരുന്നോ? ഇല്ല, റോബിൻ ടാസ്കിലൊക്കെ പൂവറായിരുന്നു. ഏത് ടാസ്ക് വന്നാലും റോബിൻ ഫസ്റ്റ് ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ റോബിൻ എന്തുകൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു? അപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ടാസ്ക് ഒരു ഭാഗമാണ്. അത് വഴി നിങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് ഷോ, ക്യാരക്ടറും കൂടി കാണിക്കുക. അതിലാണ് ആ ഒരു എന്താണ് ഗെയിമില് ആ ഒരു ടാസ്ക് മുട്ടടിക്കുന്ന ആ ധൈര്യശാലി ടാസ്കില് ആക്ച്വലി ആര്യൻ ടാസ്ക് ചെയ്യാഞ്ഞോണ്ടല്ല ആര്യന്റെ അവിടെ ഡൗൺഫോൾ ഉണ്ടായത്. ആര്യന്റെ ബാക്കിയുള്ള സംഭാഷണമില്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് കൃത്യമായിട്ട് ലാലേട്ടൻ കാണിച്ചിട്ട് പോലും ആര്യൻ അത് മനസ്സിലായിട്ടില്ല.
അതാണ് കഷ്ടം. ഇപ്പോഴും വിചാരിക്കുന്നത് ടാസ്ക് ഫീൽ ചെയ്തോണ്ടിട്ടാ. അതല്ല ആര്യ. അവിടെ ആര്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പല കാര്യങ്ങൾ അത് ഇന്ന് ജിസലിന് മനസ്സിലായിട്ടുണ്ട്. ജിസൽ അവിടെ നിന്ന് ബിന്നിയോട് പറയുന്നുണ്ട്, ആര്യൻ ആദ്യത്തെ വീക്കിൽ എനിക്ക് ഇത്ര തോന്നിയില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നുന്നു. കാരണം ആ കോൺവെർസേഷൻസ് ആണ് ആര്യനെ ആക്ച്വലി അവിടെ ഡൗൺ ആക്കിയത്, അല്ലാതെ ആര്യന്റെ ടാസ്ക് കളിക്കാനുള്ള എബിലിറ്റി അല്ല. അപ്പൊ ഇപ്പോഴും ആര്യന് അത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ലാലേട്ടന് കുറച്ചുകൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്കും അത് മനസ്സിലായെന്ന്. പിന്നെ എന്താ ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു. ഇനി ഉണ്ടായ ജയിൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ചായിരുന്നല്ലോ. ജയിൽ ഇഷ്യൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ജയിൽ ആക്ച്വലി ഞാൻ പറയാലോ, എനിക്ക് സംബന്ധിച്ചോളം ഇത് വലിയ ടഫ് എന്നല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ മലയാളം ബിഗ് ബോസ് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടില്ല, പാട് തന്നെയാണ്. പക്ഷെ ഇതാണോ ഏറ്റവും പാട് ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്ന ടാസ്ക് എന്ന് വെച്ചാൽ അല്ല. അപ്പം പിന്നെയും ബിഗ് ബോസ് ലിബറൽ ആയിരുന്നു. ഇവർ ഉറങ്ങി, എന്നിട്ട് ഏകദേശം ഊഹം വെച്ചിട്ട് അവർ പറഞ്ഞ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ഉറങ്ങിയിട്ടുണ്ട്. അവർ ഏകദേശം 9 hours കൗണ്ട് ചെയ്തിട്ടുണ്ട്. 5 hours വൈകുന്നേരവും രാവിലെ അവർ എണീറ്റിട്ട് കുറച്ചു നേരം കൗണ്ട് ചെയ്ത് പിന്നെയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഊഹം വെച്ചിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത് ഒരു ടൈം. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നില്ലെങ്കിലും ബിഗ് ബോസ് അത് സമ്മതിച്ചു. പക്ഷെ ടാസ്ക് ഇത്രയും ടഫ് ആണോ എന്ന് വെച്ചാൽ ഇത് ടഫാണ്. പക്ഷെ ഇതിലും ടഫുള്ള ടാസ്കുകളൊക്കെ ബിഗ് ബോസിൽ വരുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് കാണാത്തൊരു ടൈപ്പ് ഒന്നും അല്ല. വരട്ടെ, നല്ല നല്ല ടാസ്കുകൾ വരട്ടെ, കുറച്ചും കൂടി ചലഞ്ചിങ് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അക്ബർ ഷാനവാസിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ള കാര്യം, അല്ല സോറി, ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, അക്ബർ ഷാനവാസ് അല്ല, ഷാനവാസ് അക്ബറിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടെ എന്താണ് പ്രശ്നം എന്നറിയോ? ഇത് പല പ്രാവശ്യമായിട്ട് അക്ബറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അനു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഷാനവാസ് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം, ഷാനവാസിനാണ് ശരിക്കും അത് അങ്ങനെ കറക്റ്റ് പോയിന്റ് ആണ് ഷാനവാസ് പറയാൻ ഉദ്ദേശിക്കുമെങ്കിൽ അക്ബറിനെ കൂടി വിളിച്ചിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് ആ ആളെ പുറകെ വെച്ചിട്ട് അയാളെ കുറിച്ച് വേറെ ആളോട് ബിച്ച് ചെയ്യുമ്പം, അത് അയാളുടെ ടീമിലുള്ള ജിസലിനോട് പറയുമ്പം അത് പരദൂഷണമാണ്, അല്ലാതെ അത് ശരിക്കുള്ള കാര്യമല്ല. ഇപ്പോഴും ലാലേട്ടൻ ചോദിച്ചപ്പം ഷാനവാസിന് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പം അതാണ് പ്രശ്നം. നിങ്ങൾ ഒരു ആളെ കുറിച്ച് പറയുവാണെങ്കിൽ, എസ്പെഷ്യലി ബിഗ് ബോസ് ഹൗസിൽ പറയുവാണെങ്കിൽ അയാളെയും കൂടി വിളിച്ചിട്ട് പറയൂ. അവിടെ ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, അയാൾക്കും അയാളുടെ പോയിന്റ് വെക്കാലോ. അപ്പോഴാണ് അതൊരു ചർച്ചയായിട്ടും അത് ആക്ച്വൽ പോയിന്റ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് പരദൂഷണമായി മാറും. അതാണ് സത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഷാനവാസ് അത് എങ്ങനെയൊക്കെയോ അങ്ങനെ തടിയപ്പി പോയിട്ടുണ്ട്. അതിനെ കുറിച്ച് കുറച്ചും കൂടിയൊക്കെ ക്ലാരിറ്റി ലാലേട്ടൻ ചോദിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കായിരുന്നു. ഇത് പറഞ്ഞു കൊടുക്കുക, ഇതാണ് സംഭവം. നിങ്ങൾ ഇങ്ങനെ പറയുന്നതല്ല പ്രശ്നം, നിങ്ങൾ അയാളുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല, അയാളുടെ പുറകെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് പ്രശ്നം. പിന്നെ ഡിബേറ്റിനെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ അക്ബറിന്റെ ടാലന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് അവതരിപ്പിച്ചു. ആ പാട്ടും ആ സംഭവങ്ങളൊക്കെ ഇല്ലേ, നന്നായിട്ട് ചെയ്തു. അക്ബർ ശരിക്കും പറഞ്ഞാൽ നല്ല ടാലന്റഡ് ആണ്. അപ്പൊ ഈ ഭാഷ ഉപയോഗിക്കലൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് ആ ടാലന്റ് പുറത്ത് വരട്ടെ. അങ്ങനെ പാട്ടിലൂടെയും നമുക്ക് ഒരാളെ പോക്ക് ചെയ്യാന്നുള്ളതാണ് ഇന്ന് അക്ബർ കാണിച്ചത്. ആ പാട്ടിലൂടെ എങ്ങനെയാണ് ഓരോരുത്തരെ ട്രിഗർ ചെയ്യാതെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞു പോയത്. എത്ര രസമായിട്ടാണ് പറഞ്ഞു പോയത്. അത് നല്ല കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് ആദ്യം തന്നെ ഉണ്ടായത്. പിന്നെയാണ് ആ ഗെയിം ഒക്കെ വന്നത്, എവിക്ഷനൊക്കെ വേണ്ടിയിട്ട് ഗെയിം വന്നു. അതില് എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ശാരിക ഔട്ടാവുന്നുള്ളത് എനിക്ക് ലേഡീസിൽ ആരെങ്കിലും എനിക്ക് ഔട്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ വന്നിരിക്കുന്ന നോമിനേഷൻസ് ഉള്ള മെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്. ജെൻസ് എന്തായാലും അവർ കളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിന്നിൽ നിന്നിരുന്നത് ശാരികയൊക്കെയാണ്. അപ്പം അവർ ഔട്ടായാലും വലിയ സർപ്രൈസസ് ഒന്നുമില്ല. അപ്പൊ അവർ ഔട്ടായിപ്പോയി. പിന്നെ അനുമോളെ കുറിച്ച് ശൈത്യയും ശരതും പറയുന്ന ഒരു കോൺവെർസേഷനെ കുറിച്ച് സംസാരിക്കുന്നത്, ബ്ലാക്ക് മാജിക്, അത് അതിന് മുമ്പാണ് നടന്നത്. പക്ഷെ ആ കോൺവെർസേഷൻസൂടെ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ശൈത്യം എന്തിനാണ് നമ്മുടെ സ്വന്തം ഫ്രണ്ടിന്റെ ഇതാണ് പ്രശ്നം. നമ്മൾ പുറകെ നിന്നിട്ട് ഒരാളുടെ കുറ്റം പറയുക, അല്ല അയാളെ കുറിച്ച് പറയുമ്പോഴാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക, അല്ലെ? അയാളുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറയുന്നതെങ്കിൽ അത് വേറെ രീതിയായി. അത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ശൈത്യക്ക് അവിടെ പിന്നെയും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ ശൈത്യ. അത് കാരണം ആൾക്കാർ ഇഷ്ടപ്പെടില്ല. കഴിഞ്ഞ ആഴ്ചയും ഇത് തന്നെ ഇഷ്യൂ ഉണ്ടായി. എല്ലാ വീക്കെൻഡ് കഴിയുമ്പോഴാണ് ശൈത്യക്ക് ഒരു ചെറിയൊരു അനുമോളിന്റെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ശൈത്യക്ക് ആക്ച്വലി അറിഞ്ഞൂടാ അനുമോളിൽ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ വേറെ പോണോ, അതൊരു കൺഫ്യൂഷനാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് പറയുന്ന പോലെ നിന്നൂടെ? അപ്പൊ അനുമോളിലൂടെയാണ് പുള്ളിക്കാരി എപ്പോഴും കാണുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല. ഞാൻ അനുമോളിലൂടെയാണെന്ന് പറഞ്ഞാലും അത് ഭയങ്കര വിഷമമാണ്. അത് ആ ഡിബേറ്റിലൊക്കെ കണ്ടല്ലോ. അപ്പൊ അതാണ് നമുക്ക് എന്താ കുഴപ്പം? അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്, ദാറ്റ്സ് ഇറ്റ്. മൈ ഫ്രണ്ട് ഇസ് മൈ ഫ്രണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഈ ജിസലിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആദില നൂറയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു.
അത് എന്താന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഞാൻ ലൈവ് പിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ സത്യാവസ്ഥ. എന്തോ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പം എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പം പറഞ്ഞു അത്ര ആദില നൂറിനോട് സംസാരിക്കരുത്. അതെന്തോ ആണ് അവർ പറയുന്നത്, അല്ലെ അക്ബർ സംസാരിക്കുന്നില്ല അതിന് ശേഷം എന്നോ എന്തോ ആണ്. അപ്പം ഇതാണ് അവരെ ട്രിഗർ ചെയ്തിട്ടുള്ളത്. അവർ സംസാരിക്കരുത്, അവരെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, എന്തോ ആണ് അതാണ് അവരുടെ വിഷമം അവർ ഷെയർ ചെയ്തത്. പക്ഷെ ഇത് അവര് അക്ബറിനോട് പോയി ചോദിക്കുന്നുമില്ല. ഇവരിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതല്ലാതെ ഇവരാരും ഇതെന്താണെന്നറിയോ, കുറേയൊക്കെ പ്രോബ്ലംസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പോയി ഒന്ന് ചോദിച്ച് സംസാരിച്ച് അത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ശരിക്കും അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ആക്ച്വലി എന്താണ് അവിടെ നടന്നിട്ടുള്ളതെന്ന്. ഇനി ആക്ച്വലി വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പിന്നെ കമന്റ് പറഞ്ഞോ, നോ ഐഡിയ. അവർ പറയുന്ന ഒരു കോൺവെർസേഷൻ വെച്ചിട്ടാണ് എനിക്കിത് മനസ്സിലായത്. അത് പിന്നെ അത് എൻ്റെ അനുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ മൈക്കിൽ മര്യാദക്ക് പറയാൻ തുടങ്ങി. ഞാൻ കൃത്യമായിട്ട് മനസ്സിലായില്ല അക്ബറാണ് അവിടെ കോൺവെർസേഷന്റെ മെയിൻ ഒരാളെന്ന് മനസ്സിലായി. പിന്നെ കോളെന്നൊക്കെ കേട്ടോണ്ട് എനിക്ക് മനസ്സിലായതാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്. ഇനി അത് പോയി ചോദിച്ച് ക്ലാരിറ്റി കിട്ടുമോ, അല്ലെങ്കിൽ ഇനി അടുത്ത വീക്കെൻഡ് വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഇനി അക്ബർ ഇവരോട് സംസാരിക്കാതിരിക്കുമോ ഈ വീക്ക്, അതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. പിന്നെ അഭിലാഷിന്റെ ഗെയിമിനെ കുറിച്ച് അക്ബറും ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാം കൂടി പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. അഭിലാഷ് ഇതുവരെ നോമിനേഷൻസ് വന്നിട്ടില്ല. അഭിലാഷ് വരാത്തടത്തോളം കാലം അഭിലാഷിന് ഒരു എന്താ പറയാ ഒരു വോട്ട് പൂൾ ഉണ്ടാവും. അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ആദ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാഴാണ്. അനീഷ് വന്നിട്ടില്ല, പക്ഷെ അനീഷിന് ഓൾറെഡി ഒരു ഗെയിം കളിച്ചൊരു വലിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അനീഷ്. അനീഷ് വന്നു കഴിഞ്ഞാൽ അനീഷിന് ആൾക്കാർ വോട്ട് ചെയ്യും. കാരണം പീപ്പിൾ അങ്ങോട്ട് എല്ലാവർക്കും അറിയാം അനീഷിന്റെ കേപ്പബിലിറ്റി അല്ലേ. അഭിലാഷ് അത് ഇതുവരെ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് പോയിന്റിലേക്ക് ആൾക്കാരിലേക്ക് എത്തിയോന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ അഭിലാഷ് എന്തായാലും ഈ ആഴ്ച ഈ ലാലേട്ടൻ പേരെടുത്തല്ലോ, ഒനീല്, അഭിലാഷ് ഇവരൊക്കെ വരും കേട്ടോ നോമിനേഷനിൽ. ഷാനവാസ് ഒക്കെ നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിൽ അനീഷും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അനീഷ് വരാതിരുന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ഇനി ഗെയിമർ ഇത് കിട്ടിയോണ്ട് അനീഷ് വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അനീഷ് നോമിനേഷന് വരണം, എല്ലാവരും നോമിനേഷൻ വരട്ടെ. വന്നാലേ നിങ്ങൾക്ക് ആ വോട്ടിംഗ് പൂള് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വളരെയധികം പിന്നിലേക്ക് പോകും പിന്നെ വരുമ്പോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അഭിലാഷിന് ഈ തവണ ഡേഞ്ചറിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തവണ പെർഫോം ചെയ്തില്ല, വോട്ടിംഗ് പൂളിൽ വന്നില്ല, ഈ പ്രാവശ്യം രക്ഷപ്പെടാന്ന് വിചാരിക്കും, രക്ഷപ്പെടില്ല. എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെടുന്നു. കാരണം വെച്ചാൽ എന്തായാലും വരും. ബാഡ് വേർഡ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായാലും നോമിനേറ്റ് ചെയ്യും. മുന്നിൽ ഇവരൊക്കെ വരും, എന്തായാലും ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കാം എന്താന്ന്. പിന്നെ എനിക്ക് രേണുവിനെ കുറിച്ച് പറയാം. രേണു ഒന്നും ചെയ്യുന്നില്ല, രേണു സുധി. അപ്പൊ രേണു സുധിയെ പോലത്തെ ആളെയൊക്കെ നോമിനേറ്റ് ചെയ്യാത്ത എന്താ ഇവർ ശരിക്കും അവരെ നോമിനേഷനിൽ വരുത്താതെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ തവണ വരുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഷീ ഈസ് നോട്ട് പ്ലേയിങ്. ഒരു കോൺവെർസേഷനും കൂടി ആ കുട്ടിയുടെ ഈ ലാലേട്ടന് അവരെ കുറിച്ച് ഒന്നും പറയാനും കൂടി ഇല്ല. ജസ്റ്റ് എന്തോ പേര് വിളിച്ച് പോകുന്നു, അത് ജസ്റ്റ് ഒരു പേരിന് മാത്രം. അപ്പം അതും എനിക്ക് തോന്നുന്നുണ്ട് നോമിനേഷൻസ് ഈ തവണ വരട്ടെ പുള്ളിക്കാരി എന്നാണ്. എന്നിട്ട് പുള്ളിക്കാരി കളിക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ പോണം. അതാണ് സത്യാവസ്ഥ. നല്ല ആൾക്കാർ നിൽക്കണം. ഫോർ എക്സാമ്പിൾ ഈ തവണ ആര്യൻ എന്തായാലും വരും. ആര്യന് വോട്ട് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ ഹീസ് എ ഗുഡ് പ്ലെയർ. നമുക്ക് നെഗറ്റീവ് ഗെയിം ഉണ്ടാവും, പോസിറ്റീവ് ഗെയിം ഉണ്ടാവും. ആര്യന്റെ ഗെയിം ഇപ്പൊ നെഗറ്റീവിലാണ് പോകുന്നത്, പക്ഷെ അവർ ഗെയിമർ തന്നെയാണ്. അത് ആ കുട്ടി കളിക്കട്ടെ, അങ്ങനെ ഞാൻ പറയൂ. ഇനി പോസിറ്റീവ് ഗെയിമേഴ്സ് ഉണ്ട്. ഇത്ര പോസിറ്റീവായിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവ് ആക്കാൻ കൊണ്ട് മാറി വരുന്നുണ്ട്. ചില സമയത്ത് ആരും പോസിറ്റീവ് ആയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് വീക്കിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ട് ആര്യൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിം ഫ്ലോയിലാണ് ആര്യൻ ഡൗൺ ആയത്. ഇനി അടുത്ത ആഴ്ച ആര്യൻ ചിലപ്പോൾ പോസിറ്റീവ് ആവാട്ടോ. നല്ല രീതിയിൽ കളിച്ചാൽ ആര്യൻ അഗെയിൻസ്റ്റ് എന്തെങ്കിലും വേറെ ആരെയും ഗെയിം കളിച്ച് ആരും പോസിറ്റീവ് ആവാം. അതാണ് ബിഗ് ബോസിന്റെ ഷോ. അപ്പം എന്തായാലും ഇവരൊക്കെ വരും. അപ്പം കറക്റ്റ് ആളെ നോക്കി വോട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. കളിക്കുന്നവർ നിൽക്കട്ടെ, കളിക്കാത്തവർ പുറത്തു പോകട്ടെ. അതാണ് കറക്റ്റായിട്ട് ഈ ഗെയിമിന് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസ് ഓഡിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ അത് മാത്രമേ ഉള്ളൂ. ജസ്റ്റിഫൈ യുവർ വോട്ട്, അത്രയേ ഉള്ളൂ. ആ വോട്ട് കറക്റ്റായിട്ട് കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക, അങ്ങനെ പോട്ടെ. അപ്പൊ ഇനി നാളെ മിക്കവാറും ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. നോക്കാം ആര് ക്യാപ്റ്റൻ ആവും. ക്യാപ്റ്റൻ ആവുന്നവർക്ക് നോമിനേഷൻ ഫ്രീ കൂടെ ഉണ്ട്. അപ്പം ആരാവുന്നുള്ളതിൽ ശരത്ത്, ബിന്നി, ശൈത്യ ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത നോമിനേഷനിൽ. അപ്പം ക്യാപ്റ്റൻസ് ടാസ്ക് കഴിയുമ്പോൾ അറിയാം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇനി അടുത്ത ആഴ്ചത്തെ പുതിയ കളികൾ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്.